ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19-ാം തീയതി തുടക്കമാവും. 500 വള്ളസദ്യ ഇതിനോടകം തന്നെ ബുക്ക് ചെയ്തതായി പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് KV സാമ്പദേവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നവർക്കും ആറന്മുള വള്ളസദ്യ കഴിക്കാം. ഇക്കുറി ആറന്മുള വള്ളസദ്യയ്ക്കായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് 10ഉം പുറത്ത് 8 സദ്യാലയങ്ങളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ദിവസം ശരാശരി 10 മുതൽ 18 വരെ വഴിപാട് വള്ളസദ്യ നടത്താനുള്ള സംവിധാനമുണ്ട്. വഴിപാടുകാരല്ലാത്ത ഭക്തർക്ക് പണം നൽകി പ്രത്യേക പാസ് എടുത്ത് ആറന്മുള വള്ളസദ്യയുടെ വിഭവങ്ങൾ ആസ്വദിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് KV സാമ്പദേവൻ പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നുമുണ്ട്. അവർക്കും പണം നൽകി ഈ വിഭവങ്ങൾ ആസ്വദിക്കുന്നതിനുള്ള ഒരു പ്രത്യേക സ്പെഷ്യൽ പാസ് മുഖേനയുള്ള സദ്യയും KSRTCയിൽ ബഡ്ജറ്റ് ടൂറിസം മുഖേന വരുന്നവർക്ക് പ്രത്യേക സദ്യയും ഇങ്ങനെ 2 സ്ഥലത്ത് നടത്തുന്നുണ്ട്. 60-ലധികം വിഭവങ്ങളാണ് ആറന്മുള വള്ളസദ്യയിൽ വിളമ്പുക. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. സംസ്ഥാനത്തെ 89 ഡിപ്പോകളിൽ നിന്നായി ആറന്മുളയിലേക്ക് 500 സർവീസുകൾ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി KSRTC ക്രമീകരിക്കും. ഇടക്കുളം മുതൽ ചെന്നിത്തല വരെ 52 കരകളിലെ പള്ളിയോടങ്ങൾ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കും. റിപ്പോർട്ടർ, പത്തനംതിട്ട.